അയാൾക്കില്ല. കാരണം വെച്ചാൽ അയാൾക്കുള്ളിൽ ഭയങ്കര ഭയമുണ്ട്, നിങ്ങൾ ഇട്ടിട്ട് പോകും, ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുമെന്നൊക്കെ അയാൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് വലിയ ഇൻറ്റ്യൂഷൻസ്, ഇപ്പോൾ സ്പിരിച്വലി ഗ്രോത്തിനൊക്കെ നല്ലൊരു ടൈമാണ്. ഒരുപാട് ആൾക്കാർക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളും സ്പിരിച്വലി ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും നല്ലൊരു പവർഫുൾ ഒരു രീതിയിൽ വന്നിരിക്കണം. മേ ബി നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക എനർജീസ്, അതായത് പോസിറ്റീവായിട്ട് എടുക്കാതെ നിങ്ങൾ കുറച്ചൊക്കെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസിന് കൂടുതലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം നടുവൊക്കെ ഇല്ലയോ എന്ന്, പക്ഷേ നിങ്ങൾ അതിന് ഒരു സെക്കൻഡ് ഇത് കൊടുത്ത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എന്താ പറയുക മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഇന്നർ വോയിസ് നിങ്ങൾ അധികം ശ്രദ്ധ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാ മിസ്റ്റേക്സും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വൽ ഗ്രോത്തിന് ഭയങ്കര നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് തന്നെ നല്ല ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് നല്ല തരത്തിലുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ എനർജി ഷിഫ്റ്റ്, അതായത് ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം, എന്ത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതായത് വേറൊരു ആംഗിളിലാണ്, നിങ്ങളുടെ തേർഡ് ഐ ഒക്കെ കൊണ്ടാണ്, ഇന്ന് ഐസൊക്കെ കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു നല്ലൊരു സ്പിരിച്വൽ എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് നോക്കി കാണുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണലി കുറച്ചുകൂടെയൊക്കെ ഒരു സ്ട്രോങ് ആയിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നല്ല അതായത് പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വരും. അതായത് ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക, ചിലപ്പോൾ വേറെ വലിയ പ്രപ്പോസൽസ്, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസിന് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പുതിയ ജോലി, അതെന്തും ആവാം. ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് നമുക്ക് വരുന്ന ജോലി ആവാം, പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾ മാറുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഡിവോഴ്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഉടൻ തന്നെ ഒരു ഡിവോഴ്സിനൊക്കെ ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പോവാം. അങ്ങനെ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ഉറങ്ങിക്കിടന്ന കാര്യങ്ങൾ, അതായത് സ്പിരിച്വൽ ഗ്രോത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും. നമ്മളിലോട്ടാണ് നമ്മൾ കൂടുതലും ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ഹയസ്റ്റ് ഫോമിലോട്ടാവാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നാളും നമ്മൾ മറന്നിരുന്ന കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിയായിരിക്കാം തുടരുന്നത്, അതിൽ നിന്നൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകും, പുതിയ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കൊച്ചിലേക്ക് പഠിക്കാൻ പറ്റാതിരുന്ന ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഡ്രോയിങ്, പെയിൻറ്റിങ്, ഡാൻസ്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ